ഹലോ എവ്രി വൺ, നമുക്കിന്ന് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദി പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? അതായത് ഒരു പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ലാഭം പരമാവധിയാക്കുന്നതിനുള്ള 3 വ്യവസ്ഥകൾ എന്തൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്നറിയാം. അതായത് പൂർണ്ണ കിടമത്സര കമ്പോളം എന്താണെന്നറിയാം. എന്താണ് അത്? ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ്. അവിടെ എന്തായിരിക്കും? ഒരുപാട് ബയേഴ്സും ഒരുപാട് സെല്ലേഴ്സും ഉണ്ടായിരിക്കും. അവരെങ്ങനെയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും വിൽക്കുന്നത്? ഒരുപോലെയുള്ള, അതായത് ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആയിരിക്കും വിൽക്കുന്നത് എന്നറിയാം. അവിടെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണെന്നറിയാം. അതുപോലെ തന്നെ അവരെല്ലാം ഫേം എല്ലാം പ്രൈസ് ടേക്കേഴ്സ് ആയിരിക്കും. അതായത് പ്രൈസ് ഫിക്സഡ് ആയിരിക്കും. അവിടെ മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈസും മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ എല്ലാം ഈക്വൽ ആയിരിക്കും. ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് 3 കണ്ടീഷൻസ് ആണ്. എന്താണ്? ലാഭം, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന 3 കണ്ടീഷൻസ് എന്തൊക്കെയെന്നാണ് നമ്മളടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ വ്യാവസായിക യൂണിറ്റുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് കിട്ടുക അല്ലെങ്കിൽ ലാഭം പരമാവധിയാക്കുക എന്നാണ്. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു അബ്നോർമൽ പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല. അവിടെ ഒരു നോർമൽ പ്രോഫിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്താണ് ലാഭം? ലാഭം എന്ന് പറയുന്നത് ആകെ വരുമാനത്തിൽ നിന്ന് ആകെ ചിലവ് കുറച്ചാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാഭം എന്ന് പറയുന്നത്. ഇത് ആകെ വരുമാനത്തിനും ആകെ ചിലവിനും ഇടയിലുള്ള അകലത്തെയാണ് നമ്മൾ ലാഭം കൊണ്ട് അർത്ഥമാക്കുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം ലാഭമുണ്ടാക്കാനുള്ള 3 കണ്ടീഷൻസ് ആണ്, 3 വ്യവസ്ഥകളുണ്ട്. ഈ 3 വ്യവസ്ഥകളിലൂടെ പോയാൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? ലാഭമുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ ഫാം അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ലാഭം കിട്ടുന്ന 3 കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വിലയും സീമന്ത ചെലവും തുല്യമായിരിക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു MR ഈസ് ഈക്വൽ ടു MC ആണ്. അതായത് ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ പ്രൈസും, അതായത് വിലയും അവിടുത്തെ സീമന്ത ചെലവും സീമന്ത വരുമാനവും ഒക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഒരിക്കലും ഫേം എന്ത് ചെയ്യില്ല, നമ്മുടെ മാർക്കറ്റ് നിശ്ചയിച്ചിരിക്കുന്ന വിലയിനേക്കാളും താഴേക്ക് പോവില്ല. മാർക്കറ്റ് നിശ്ചയിക്കുന്ന വില എങ്ങനെയായിരിക്കും? അതിൻ്റെ ഉണ്ടായിരുന്ന ചിലവിനെ, കോസ്റ്റിനെ ബീറ്റ് ചെയ്യുന്ന ഒരു വിലയായിരിക്കും നിശ്ചയിക്കുന്നത്, അല്ലേ? അപ്പോൾ പ്രൈസ് ഫിക്സഡ് ആണെന്ന് നമുക്കറിയാം. അതായത് വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ ഫാമിൽ നിന്ന് ആരെങ്കിലും സാധനം വാങ്ങിക്കും. കാര്യം ഒത്തിരി ഫാംസ് ഒരേപോലത്തെ പ്രോഡക്റ്റാണ് അവിടെ വിൽക്കുന്നത്. അപ്പോൾ ഒരു ഫാമിന് വില കൂടുതലായിട്ട് കൊടുക്കാനും പറ്റില്ല, വില കുറച്ച് കൊടുക്കാനും പറ്റത്തില്ല. അതായത് എന്താണോ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ആ പ്രൈസിൽ തന്നെ കൊടുക്കണമെന്നാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലാഭം കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? വിലയും സീമന്ത ചെലവും തുല്യമായിരിക്കണം. അതായത് പ്രൈസ് ഈസ് ഈക്വൽ ടു MC ആണ്. മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ, അല്ലെങ്കിൽ വിലയും സീമന്ത ചെലവും നമുക്ക് എന്തായിരിക്കണം? തുല്യമായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ Q0 അളവിൽ സീമന്ത ചെലവ് കുറയുന്നതാവരുത് എന്നുള്ളതാണ്. അതായത് നമ്മളെ പറയുന്നത് മാർജിനൽ കോസ്റ്റ് മസ്റ്റ് ബി നോൺ ഡിക്രീസിങ് എന്നാണ്. അതായത് മാർജിനൽ കോസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യരുത്? കുറയരുത്. അത് Q0യുടെ അളവിൽ എന്ത് ചെയ്യരുത്? കുറയാൻ പാടില്ല. Q0 എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ ആ കർവ് വരയ്ക്കുന്ന സമയത്ത്. അപ്പം മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് Q0യിലാണ്. അപ്പം അതിൻ്റെ ആ അളവിൽ എന്ത് ചെയ്യരുത്? മാർജിനൽ ചിലവ് എന്ത് ചെയ്യരുത്? കുറയരുത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ സീമന്ത ചിലവ് കുറയുന്നതാവരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ കർവിനകത്ത് പറയുമ്പം എന്താ നമ്മൾ പറയുന്നത്? MC കർവ് എന്ത് ചെയ്യരുത്? ഷുഡ് കട്ട് ദ MR കർവ് ഫ്രം ബിലോ. MC കർവ് MR കർവിനെ എന്താണ്? ബിലോയിൽ നിന്ന് കട്ട് ചെയ്യണം എന്നാണ്, താഴെ നിന്ന് കട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ആ കർവ് ഒന്ന് ഓർത്ത് നോക്കിയേ. അതിനകത്ത് അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? MC MRനെ കട്ട് ചെയ്താണ് കൊള്ളിക്കുക. അതായത് ആദ്യം എന്തായിരിക്കും? ചിലവ് കൂടുതലായിരിക്കും, അതിനുശേഷം ചിലവ് കുറഞ്ഞു വന്നിട്ട് പിന്നെ ചിലവ് കൂടി പോകുന്ന ഒരു കർവാണ് നമ്മുടെ മാർജിനൽ കോസ്റ്റ് കർവ്. അപ്പോൾ അതെന്തായിരിക്കണം? MC MRനെ കട്ട് ചെയ്യുന്നത് ഫ്രം ബിലോയിൽ നിന്നായിരിക്കണം. MC കർവ് എന്ത് ചെയ്ത്? നോൺ ഡിക്രീസിങ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 2 രീതിയിൽ പറയേണ്ടി വരും. അതായത് ഹ്രസ്വകാല അളവിലും പറയണം, ദീർഘകാല അളവിലും പറയണം. ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും പറയണം. ഷോർട്ട് റണ്ണിൽ പറയുമ്പോഴത്തേക്കും പ്രൈസ് ഷുഡ് ബി മോർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം പോയിന്റ് ഓഫ് ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്നാണ്. അതായത് വില എന്ന് പറയുന്നത് എന്തായിരിക്കണം? ശരാശരി വിഭേദക ചെലവിനേക്കാൾ കൂടുതലായിരിക്കണം. വില എപ്പോഴും ശരാശരി വിഭേദക ചെലവിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം എന്നുള്ളതാണ് ഹ്രസ്വ കാലയളവിൽ പറയുന്നത്. ആവറേജ് വാരിയബിൾ കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം എന്ത് വില. അതായത് കോസ്റ്റിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നഷ്ടം സംഭവിക്കും. ലോങ് റണ്ണിൽ പറയുകയാണെങ്കിൽ പ്രൈസ് ഷുഡ് ബി മോർ ദാൻ ഓർ ഈക്വൽ ടു
മിനിമം പോയിന്റ് ഓഫ് ആവറേജ് കോസ്റ്റ് അതായത് നമ്മുടെ ആവറേജ് കോസ്റ്റിനേക്കാളും എന്ത് ചെയ്യണം, പ്രൈസ് എന്തായിരിക്കണം, കൂടുതലായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ലോങ് റണ്ണിൽ, അതായത് ദീർഘകാലത്തിൽ പറയുന്നത്. ഒരു വ്യവസായിക യൂണിറ്റ് നിലനിൽക്കണമെങ്കിൽ ശരാശരി ചിലവിനേക്കാൾ എന്തായിരിക്കണം, വില കൂടുതലായിരിക്കണം, എങ്കിൽ മാത്രമേ ആ ഫാമിന് നിലനിൽപ്പുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ആണ് മെയിനായിട്ട് നമ്മുടെ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന കണ്ടീഷൻസ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ വിലയും സീമന്ത ചെലവും എന്തായിരിക്കണം, തുല്യമായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ Q0 അളവിൽ സീമന്ത ചെലവ് കുറയുന്നതാവരുത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കണ്ടീഷൻ 2 രീതിയിലാണ് പറയുന്നത്, ഹ്രസ്വകാല അളവിലും ദീർഘകാല അളവിലും. ഹ്രസ്വകാല അളവിലാണെങ്കിൽ എന്താ വേണം, P എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ABC ആണ്, അതായത് പ്രൈസ് എപ്പോഴും ശരാശരി വിഭേദക ചെലവിനേക്കാൾ കൂടുതലായിരിക്കണം. ഇനി ലോങ് റണ്ണിൽ, അതായത് ദീർഘകാല അളവിൽ പറയുകയാണെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം, അതായത് P ഈസ് ഗ്രേറ്റർ ദാൻ AC, പ്രൈസ് ശരാശരി ചെലവിനേക്കാൾ കൂടുതലായിരിക്കണം. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നടക്കുകയുള്ളൂ. ഓക്കെ.